അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു മിഠായിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇത് വലിയ പരിചയം ഉണ്ടാവില്ല. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഒത്തിരി ഇഷ്ടമുള്ള ഒരു മിഠായിയാണിത്. ഇന്നും കിട്ടിയാൽ ഒരുപാട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മിഠായിയാണ്. ഇത് വളരെ ഹെൽത്തിയാണ്, ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യാം. പാൽക്കട്ട എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും. ഞങ്ങൾ പാൽക്കട്ട എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടാകുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോവാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഒരു റോ സ്മെല്ല് മാറുന്നവരെ ചെയ്താൽ മതി. ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം റെഡിയാവും. ഇനി അതിനകത്തോട്ട് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. 1 കപ്പ് ഏത് കപ്പിലാണോ ഗോതമ്പ് അളക്കുന്നത് ആ കപ്പിൽ തന്നെ അളന്നാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി അതിനകത്തോട്ട് 1/2 കപ്പ് മിൽക്ക് പൗഡറും ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് പാൻ്റെ നടുവിലായിട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഡാൽഡയും 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് ഉരുകുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇപ്പം നെയ്യും ഡാൽഡയൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്കത് പൊടിയിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് മിക്സ് ചെയ്യാം. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഈ പൊടി ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഗീ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഗീ കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ 2 ടേബിൾ സ്പൂൺ ഗീ ആണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് അതിൻ്റെ ഇത് നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. പൊടി നല്ലോണം സോഫ്റ്റായി വരുന്നുണ്ട്. അതിലെ കട്ടകളെല്ലാം നമുക്കൊന്ന് ഉടച്ചെടുക്കാം. തവി വെച്ച് പ്രസ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇപ്പം നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി ഒരു പ്ലേറ്റിനകത്തോട്ട് നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യാം. അതിനകത്തോട്ട് ഗീ വെച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അഥവാ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ ഒന്നും ഇല്ലെങ്കിൽ ചുമ്മാ പ്ലേറ്റിനകത്തോട്ട് ഗീ തേച്ചാൽ മതി. ഇനി ആ പൗഡറെല്ലാം അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. ആദ്യം തവി വെച്ച് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് സ്പൂൺ ഉപയോഗിക്കാം. സ്പൂൺ ഉപയോഗിച്ച് എല്ലാ സൈഡും ഒരേ വലിപ്പത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ഭംഗി ഉണ്ടാവത്തില്ല. അപ്പം നല്ലപോലെ മേൽഭാഗം സ്മൂത്ത് ആക്കി എടുക്കുക. ഇപ്പോൾ ഇത് സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്ക്വയർ ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും തണുത്തതിന് ശേഷം ചെയ്യാൻ. സൂക്ഷിച്ച് ചെയ്യുക. പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഇപ്പോൾ ഇതൊരു 15 മിനിറ്റ് ആയി. ഇനി നമുക്ക് പ്ലേറ്റിൽ നിന്ന് ഇത് മെല്ലെ ഇളക്കിയെടുക്കാം.
സൂക്ഷിച്ച് ചെയ്യണം, പൊടിഞ്ഞു പോവരുത്. കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ സൂക്ഷിച്ച് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കത് സ്ക്വയർ ആയിട്ട് എടുത്ത് കഴിക്കാൻ പറ്റും. മെല്ലെ മെല്ലെ നമുക്കിതൊന്ന് ഇളക്കിയെടുത്ത് നോക്കാം. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാൽക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്തോരമായിരിക്കുമെന്ന്. ആ സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇതുവരെ കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അതിൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് പറയണം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.